കയറ് മാതാവിന്റെ ഭക്തി, ബുദ്ധിമുട്ടാണ്. എന്തോ എന്തോ മാതാവിന്റെ ഭക്തിയും സമർപ്പണവും ശതമാതാവും എന്താ എവിടെ എവിടെ ഏത് ഭാഗത്താണ് അവിടെ വരുന്നത്? ഏത്? കയറ് തന്നെ ആ കൂട്ടിമുട്ടാണ്. ആ രണ്ടങ്കുലം അല്ലേ? ആ, വീണ്ടും ഇതെല്ലാം നമ്മൾ ഓർമ്മിക്കണം. എങ്ങനെയാണ് ഭഗവാനെ എപ്പോൾ ഏത് തരത്തിൽ ഏത് ലീലകളിലൂടെ ഓർമ്മിക്കുന്നു? ഇതെല്ലാം ഓർമ്മിക്കാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ ഈ ലീലകളെല്ലാം നമ്മുടെ മുന്നിൽ കൊണ്ട് കാണിച്ചു തരുന്നത്. നമ്മുടെ ഗുരുകൃപയാൽ ഗുരുശിഷ്യ ബന്ധം കൊണ്ട് നമുക്ക് ഈ കഥകളെല്ലാം പെട്ടെന്ന് ഓർമ്മിക്കാനും സാധിക്കുന്നു. ഗുരുകൃപ ഇല്ലാത്ത ഒരു വ്യക്തി, അതായത് ഗുരുശിഷ്യ ബന്ധമില്ലാത്തൊരു വ്യക്തിക്ക് ഇത്തരം കാര്യങ്ങളെ നമുക്ക് അലൈൻ ചെയ്ത് നോക്കാൻ പറ്റത്തില്ല. അപ്പം അതുകൊണ്ട് പലതരത്തിൽ നമ്മൾ സംസാരിക്കേണ്ടി വരും. പക്ഷേ ഒരു വൈഷ്ണവനെ സംബന്ധിച്ചിടത്തോളം എല്ലാ സംസാരങ്ങളും ഒരുമിച്ച് ഒരുപോലെ ആയിരിക്കും. നോക്കൂ, വൈഷ്ണവ ഗീതങ്ങൾ പല വരികളും പല ആചാര്യന്മാർ എഴുതിയിരിക്കുന്നത് ഒരുപോലെ വരുന്നുണ്ട്, ഒരേ അർത്ഥത്തിൽ വരുന്നുണ്ട്. മഹാദേവർ എഴുതിയിരിക്കുന്ന രുദ്രഗീതം നോക്കിയാലും, കുന്തിയമ്മ സ്തുതിക്കുന്ന കുന്തിസ്തുതി നോക്കിക്കഴിഞ്ഞാലും, ഭീഷ്മ പിതാമഹന്റെ സ്തുതി നോക്കിക്കഴിഞ്ഞാലും ഇതിനകത്ത് ഒരുപാട് വരികൾ ഒരുപോലെ നമുക്ക് കാണാൻ സാധിക്കും. ഇല്ലേ? ഉണ്ടാവില്ലേ? നോക്കിയിട്ടുണ്ടോ? നോക്കിയിട്ടുണ്ടല്ലേ? ഹരേ കൃഷ്ണ. അതുപോലെ തന്നെ ദുർവാസോ മഹർഷിയുടെയും ഭഗവാന്റെയും കഥ ഞാൻ പറഞ്ഞിട്ടുണ്ടോ? നേരിട്ട് പറഞ്ഞിട്ടുണ്ടോ നേരത്തെ? ഉണ്ടോ? ഇല്ല ഇല്ല പ്രഭു. ഭഗവാൻ ഒരിക്കൽ വൈകിയത് രാധാറാണിയാണ്. ഭഗവാനാണ് സാധാരണ നേരത്തെ എത്തുന്നത്. പക്ഷെ അന്ന് രാധാറാണി വന്ന് കുറേ സമയം കഴിഞ്ഞിട്ടും ഭഗവാൻ അവിടെ എത്തിയില്ല. ഇവരൊന്നും ഈ അത് സംഗമിക്കുന്നു പറഞ്ഞു പറഞ്ഞില്ലേ? ആ, ദുർവാസോ മഹർഷിയുടെ കാര്യം പറഞ്ഞില്ലേ? കഥ പറഞ്ഞില്ലേ? അവ ചുരുക്കി പറയാം. എല്ലാം കഴിഞ്ഞ് രണ്ട് വരിയോട് നിർത്താം. ദുർവാസോ മഹർഷിയെ ഭഗവാൻ ദുർവാസോ മഹർഷിയെ കുറിച്ച് പറഞ്ഞിട്ട് കേട്ടിട്ട് ആകാംക്ഷാഭരിതരായിട്ട് ഗോപികമാര് ദുർവാസോ മഹർഷിയെ കാണാൻ പോകുന്നതാണ്. അപ്പോൾ അവർ നദി കടക്കണം. അപ്പോൾ ഭഗവാൻ ഒരു മൂലമന്ത്രം പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, തന്ത്രം. അർജുനന് ദേവലോകത്ത് അച്ഛനെ കാണാൻ കുരുക്ഷേത്ര യുദ്ധത്തിന് മുമ്പ് എത്രയും പെട്ടെന്ന് എങ്ങനെ പോകാൻ അർജുനന് ഭഗവാൻ മന്ത്രം ഉപദേശിച്ചു കൊടുത്തു. അതേപോലെ ഒരു മന്ത്രം ഇവിടെ പറഞ്ഞു കൊടുത്തു. അതായത് വെറും ഇലച്ചാറ് മാത്രം കഴിച്ചുകൊണ്ട് ധ്യാനം ചെയ്യുന്ന ദുർവാസാവ് മഹർഷിക്ക്, ആഹാരം കഴിക്കാതെ ഒരു ഒരു ദിവസം പോലും ആഹാരം കഴിക്കുന്നില്ല, ഞങ്ങൾ ദുർവാസാവ് മഹർഷിയെ കാണാൻ ഞങ്ങൾക്ക് ഈ നദി വഴി ഒരുക്കി തരണം എന്നുള്ളത്. പക്ഷേ അവിടെ ഗോപികമാർ കൊണ്ടുകൊടുത്ത വിശിഷ്യമായ എല്ലാ ആഹാര വിഭവങ്ങളും പലഹാരങ്ങളും ഭക്ഷിക്കുകയും ചെയ്തു. തിരിച്ച് നദി വഴി കൊടുക്കാൻ വേണ്ടിയിട്ട് മറ്റൊരു മന്ത്രം ദുർവാസാവ് മഹർഷി ഗോപികമാർക്ക് പറഞ്ഞു കൊടുത്തു. നിത്യബ്രഹ്മചാരിയായ ശ്രീകൃഷ്ണ ഭഗവാനെ സ്മരിച്ചുകൊണ്ട് അനുഗ്രഹത്തോടെ ഈ വഴി മാറണേ എന്ന് പറഞ്ഞു. അങ്ങനെ വഴി മാറി. ഭയങ്കര കൺഫ്യൂഷനായിപ്പോയി ഗോപികമാർക്ക്. ഒരിടത്ത് കൃഷ്ണൻ ബ്രഹ്മചാരി എന്ന് പറയുന്നു, 16,108 ഗോപികമാരുമായിട്ട് വിഹരിക്കുന്നു, അല്ലെങ്കിൽ വൃന്ദാവനത്തിലെ ഗോപി ഗോപകന്മാരുമായിട്ട് വിഹരിക്കുന്നു. മറ്റൊരിടത്ത് ഇരച്ചാറ് മാത്രം കഴിക്കുന്ന ദുർവാസാ മഹർഷി നമ്മൾ കൊടുത്ത എല്ലാ വിഭവങ്ങളും നമ്മുടെ മുന്നിൽ വെച്ച് തന്നെ ഫിസിക്കൽ പ്രൂഫ് കഴിച്ചു. ഭഗവാൻ ഒന്ന് ചിരിച്ചു. ഭക്തന്മാർക്ക് വേണ്ടിയിട്ട് ഭഗവാൻ ചെയ്യുന്ന കാര്യങ്ങൾ ഭഗവാന് വേണ്ടിയിട്ടല്ല, ആചാര്യന്മാർ നമ്മളെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ്. പക്ഷേ അവർ അത് കഴിച്ചിട്ടില്ല. ഭഗവാൻ ബ്രഹ്മചര്യം കളഞ്ഞിട്ടുമില്ല. മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞു വന്നത്, ആ ഒരു വീഡിയോ കൊണ്ടല്ല ഭഗവാൻ കഴിഞ്ഞുകൂടുന്നത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഭഗവാന് കൊടുക്കുന്ന സമർപ്പണം, ഭഗവാന് കൊടുക്കുന്ന നിവേദ്യം സമർപ്പിതമായിരിക്കണമെന്നർത്ഥം. അല്ലാതെ ഭഗവാൻ ഈ നിവേദ്യം കിട്ടിയിട്ട് ജീവിക്കാൻ നിൽക്കുന്ന ആളല്ല. ആണോ? അല്ല അല്ല. ഇത് നമ്മളൊരു സ്നേഹ ഉപഹാരമാണ്. അത് സ്നേഹമായിട്ട് തന്നെ കൊണ്ടു കൊടുക്കണം, സ്നേഹമായിട്ട് തന്നെ സമർപ്പിക്കണം. എന്ന് പറഞ്ഞാൽ മറ്റു ഉപാധികളൊന്നും പാടില്ല എന്നുള്ളത്.
നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് പ്രഭു അടുത്ത ശ്ലോകത്തിലോട്ട് പോകാം. ഏതാ ശ്ലോകം? ശ്ലോകം 11 പ്രഭു. അപ്പോൾ ശ്ലോകം 11. അപ്പോൾ 10 എവിടെ നിർത്തിയിരിക്കുന്നത്? അങ്ങനെ ഒരു കൈ അവല് ഭഗവാൻ എടുക്കുകയും രണ്ടാമത്തെ പിടിക്കായിട്ട് മുതിർന്നപ്പോൾ രുക്മിണിയമ്മ ഭഗവാന്റെ കയ്യിൽ പിടിച്ചു. മതി മതി, അനുഗ്രഹം മതി. ഹരേ കൃഷ്ണ. വായിച്ചാട്ട്. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ശ്ലോകം 11. ഏതാവതാലം വിശ്വാത്മൻ സർവസമം സമ്പൽ സമർത്ഥയേ അസ്മിൻ ലോകേ അഥവാ മുഷ്മിൻ പുംസസ്തത്വതുകുഷകാരണം. വിവർത്തനം. രുക്മിണി ദേവി പറഞ്ഞു, ഹേ വിശ്വാത്മൻ, ഇഹലോകത്തിലും അടുത്ത ലോകത്തിലും അദ്ദേഹത്തിന് സർവസമ്പൽ സമൃദ്ധിയും ഉണ്ടാകാൻ ഇത്രയും ധാരാളം മതിയാകും. അങ്ങയുടെ സന്തോഷത്തിലാണല്ലോ ഒരുവന്റെ സമൃദ്ധി ആശ്രയിച്ചിരിക്കുന്നത്. ഒന്നുകൂടെ വായിച്ചാട്ട്. ഹേ വിശ്വാത്മൻ, ഇഹലോകത്തിലും അടുത്ത ലോകത്തിലും അദ്ദേഹത്തിന് സർവ സമ്പൽ സമൃദ്ധിയും ഉണ്ടാകാൻ ഇത്രയും ധാരാളം മതിയാകും. അങ്ങയുടെ സന്തോഷത്തിലാണല്ലോ ഒരുവന്റെ സമൃദ്ധി ആശ്രയിച്ചിരിക്കുന്നത്. ഭഗവാന്റെ സംതൃപ്തിയിലാണല്ലോ ഒരുവന്റെ സമൃദ്ധി സമൃദ്ധി നിലനിൽക്കുന്നത്. ഒരു പിടി കൊണ്ട് ഈ ജന്മവും അടുത്ത ജന്മവും രക്ഷപ്പെട്ടു. അപ്പം നമ്മൾ ദിവസവും ഭഗവാന് നിവേദ്യം സമർപ്പിച്ചുള്ള കാര്യം ഒന്ന് പറയാനുണ്ടോ? ഉണ്ടോ? 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 കൂലംകുഷിതമായിട്ടൊന്നും ഭഗവാൻ പറഞ്ഞില്ല. പത്രം പുഷ്പം ഫലം തോയം യോമേ ഭക്തിയ പ്രയച്ഛതി. വായിച്ചാട്ട്, പറഞ്ഞാട്ട്. ഒരിക്കലും മറക്കാൻ പാടില്ലാത്ത ശ്ലോകം. പത്രം പുഷ്പം എടുത്താട്ട്. ഇത് വായിക്കുക തന്നെ വേണം. പത്രം പുഷ്പം ഫലം തോയം യോമേ ഭക്ത്യാ പ്രയച്ഛതി തതഹം ഭക്തി ഉപഹൃത അശ്നാമി പ്രയതാത്മനഃ. വിവരണം. വിവർത്തനം. അപ്പോൾ നമ്മൾ സമർപ്പിക്കുമ്പോൾ ആ വിവർത്തനം എടുക്കുമ്പോൾ വിവർത്തനം വായിക്കുക തന്നെ വേണം. ഈ ശ്ലോകം ബൈഹേർട്ടായിരിക്കണം, എപ്പോഴും ഓർമ്മിക്കണം. നമ്മൾ ഭഗവാന് നിവേദ്യം സമർപ്പിക്കുമ്പോൾ, ക്ഷേത്രത്തിൽ കൊടുത്ത് സമർപ്പിക്കുമ്പോൾ വേറൊന്നും ആഗ്രഹിക്കരുത്. ഈ ശ്ലോകം തന്നെ എടുക്കണം. ഈ ശ്ലോകം തന്നെ ഉദ്ധരിച്ചുകൊണ്ട് അവിടെ സമർപ്പിക്കണം. കൃഷ്ണ, സ്നേഹത്തോടും ഭക്തിയോടും കൂടി ഒരാൾ എനിക്ക് അർപ്പിക്കപ്പെടുന്നത് എന്തും ഇലയോ പൂവോ ഫലമോ ജലമോ ആകട്ടെ, ഞാൻ അത് സ്വീകരിക്കും. ഹരേ കൃഷ്ണ. ഞാനത് വായിച്ചിട്ടെ. എങ്ങനെയാ പറഞ്ഞിരിക്കുന്നത്? സ്നേഹത്തോടെ. അവിടെ എന്താണ് ഉപാധി? ഭഗവാൻ ഉപാധികളോടെയാണ് അത് സ്വീകരിക്കുന്നത്. നമ്മൾ ഉപാധികളില്ല സമർപ്പിക്കുകയും വേണം. ഭഗവാൻ ഉപാധികളോട് സ്വീകരിക്കുകയും ചെയ്യും. വളരെ രസമാണ്. എന്താ ഉപാധി? സ്നേഹത്തോടും ഭക്തിയോടും കൂടി സ്നേഹത്തോടും ഭക്തിയോടും കൂടി ഇതാണ് അർപ്പിക്കുന്നത് എന്തും. അതെടുത്ത് പറയുന്നു. അർപ്പിക്കുന്നത് എന്തും പറഞ്ഞിട്ട്, പ്രഭു ഒരു മിനിറ്റ്, അർപ്പിക്കുന്നത് എന്തും എന്ന് പറഞ്ഞിട്ട് എന്താണ് ഇവിടെ കൊടുത്തിരിക്കുന്ന ശ്ലോകം? പത്രം പുഷ്പം ഫലം തോയം. ഇത്രയേ ഉള്ളു. ഇതിന്റെ ഉപവർഗങ്ങൾ ഇല, പൂവ്, ജലം, കായ. അല്ലേ? ശരിയല്ലേ? ഇലയോ പൂവോ ഫലമോ ജലമോ ആകട്ടെ, ഞാൻ അത് സ്വീകരിക്കും. ഇതിനപ്പുറത്തോട്ട് വേറൊന്നും പറഞ്ഞിട്ടുമില്ല. എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഉപവർഗങ്ങൾ, അതായത് ഇതുകൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന വിഭവങ്ങൾ സ്വീകരിക്കും. അപ്പോൾ മറ്റൊന്ന് കൊടുക്കാൻ പറ്റത്തില്ല. കൊടുക്കാൻ പറ്റാത്തിടത്തോളം കാലം നമുക്കത് കഴിക്കാനും പറ്റത്തില്ല. ഇതെല്ലാം പരസ്പര പൂരകങ്ങളാണ്. ശരിയല്ലേ പറഞ്ഞേ? ആണോ അല്ലേ? അതേസമയം ഭഗവാന്റെ ആ സ്നേഹത്തോടെയുള്ള ഒരു മണിച്ചോറ്, പാത്രത്തിൽ അവശേഷിച്ചിരിക്കുന്ന ഒരു മണിച്ചോറ് ഭഗവാൻ കഴിച്ചതോടുകൂടി എന്ത് സംഭവിച്ചു?
ദുർവാസന്റെ വയറ് നിറഞ്ഞു. ആ ദുർവാസ മഹർഷിയുടെ വയറ് നിറഞ്ഞു. അവിടാണ് സംതൃപ്തി, സമൃദ്ധി എന്ന് പറയുന്നത്. സംതൃപ്തിയോടെ തരുന്നത് എന്തും എത്രയോ ജന്മങ്ങൾ നമുക്ക് സമൃദ്ധിയായിരിക്കും. ഒരുവന് ആവശ്യം വേണ്ടത് എന്താണ്? ആഹാരം, വസ്ത്രം, പാർപ്പിടം. അത്രയല്ലേ ഉള്ളൂ, അല്ലേ? ഇതിനപ്പുറത്തോട്ട് എന്ത് വേണം? അതെ അതെ അതെ. അതേസമയം ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം എന്താ വേണ്ടത്? ആരോഗ്യമായ ഒരു ഭക്തിയുത സേവനം, അല്ലേ? ആണോ? അതെ അതെ. ആരോഗ്യമായ ഒരു ഭക്തിയുത സേവനം കിട്ടുന്നിടത്തോളം കാലം അവന് ഉദരത്തെക്കുറിച്ച് ചിന്തിക്കേണ്ട എന്തെങ്കിലും ആവശ്യമുണ്ടോ? ഉണ്ടോ? ഉണ്ടോ? ഇല്ല. എന്തുകൊണ്ടാ? ഹരേ കൃഷ്ണക്കാർ കള്ളന്മാരല്ലേ? പതിരം ഭോജനം ശയനം, ഇത്രയല്ലേ ഉള്ളവരുടെ മുന്നില്, അല്ലേ? ശ്രീ ആദികർത്താപ്രഭു അല്ലേ? പതിരം ഭോജനം ശയനം, ഇത്രയല്ലേ ഉള്ളു. എത്ര സുഖകരമായ ജീവിതം, അല്ലേ? ആണോ? അല്ലേ? അതെ അതെ അതെ. വേറെ ഒന്നിനെ കുറിച്ചും അറിയേണ്ട കാര്യമില്ല. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. കാര്യം അവന്റെ മനസ്സ് നിർമ്മലമാ. കാര്യം ഒന്നിനെ കുറിച്ചും ഉത്കണ്ഠപ്പെടേണ്ട ആവശ്യമില്ല. ഉത്കണ്ഠ ഉണ്ടാകുമ്പോഴാണ് മനസ്സ് കലുഷിതമാകുന്നത്. മനസ്സ് കലുഷിതമാകുമ്പോഴാണ് വിവിധ തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അങ്ങനെ മനസ്സ് കലുഷിതമാകുമ്പോൾ ദഹനേന്ദ്രിയ വ്യവസ്ഥയെ ബാധിക്കും. ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ് കെമിസ്ട്രി. ഹരേ കൃഷ്ണ. അപ്പോൾ അടുത്ത ശ്ലോകത്തിലോട്ട് നമുക്ക് പോകാം പ്രഭു. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. ശ്ലോകം 12. ബ്രാഹ്മണസ്ത്വാം തു രജനീം ഉഷിത്വച്യുതമന്ദിരേ ഭുക്ത്വാ പീത്വാ സുഖം മേനേ ആത്മാനം സ്വർഗതം യഥാ. വിവർത്തനം. ശുകദേവ ഗോസ്വാമി തുടർന്നു. പൂർണ്ണ തൃപ്തിയാകുവോളം അന്നപാനാദികൾ കഴിച്ചിട്ട് ആ ബ്രാഹ്മണൻ അന്ന് രാത്രി അച്യുതന്റെ കൊട്ടാരത്തിൽ കഴിഞ്ഞു. ആധ്യാത്മിക ലോകത്തിലെത്തിയതുപോലെ അദ്ദേഹത്തിന് തോന്നി. ഹരേ കൃഷ്ണ. വളരെ സ്പഷ്ടമായിട്ടാണ് ഒരു മീനിങ് അവിടെ വന്നത്. എങ്ങനെ? കൃഷ്ണന്റെ കൊട്ടാരത്തിൽ കഴിഞ്ഞു എന്നല്ല പറഞ്ഞത്. എങ്ങനെയാ പറഞ്ഞത്? ആധ്യാത്മിക ലോകത്തിൽ. അതിനു മുമ്പ് എന്താ പറഞ്ഞത്? അച്യുതന്റെ കൊട്ടാരത്തിൽ. അച്യുതന്റെ കൊട്ടാരത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ച്യുതിയും ഇല്ലാത്തത്. അതാണ് എടുത്തു പറഞ്ഞിരിക്കുന്നത്. ഒരു ച്യുതിയും ഇല്ലാത്ത എന്ന് പറഞ്ഞാൽ എല്ലാം കൊണ്ടും ശ്രേഷ്ഠമായ, ഒരു കുറവുമില്ലാത്ത, ഒരു അംഗവൈകല്യങ്ങളും ഇല്ലാത്ത അനുഗ്രഹങ്ങൾ, പരിപൂർണ അനുഗ്രഹമുണ്ട്, അംഗവൈകല്യങ്ങളുള്ള അനുഗ്രഹങ്ങളും ഉണ്ട്. അപ്പം ഇവിടെ പരിപൂർണമായ അനുഗ്രഹമാണ് ഭഗവാന് സുധാമയ്ക്ക് കിട്ടിയത്. ആ രാത്രി മുഴുവൻ എങ്ങനെ കഴിഞ്ഞു? ഇഷ്ടം പോലെ കഴിച്ചും കുടിച്ചും കഴിഞ്ഞു. ഇത് രസമാണ്. എന്ന് പറഞ്ഞാൽ അവിടെ ഉറങ്ങാൻ സമയമില്ല. രണ്ടുപേരും പരസ്പരം സംസാരിച്ച് ആ രാത്രി മുഴുവൻ കഴിച്ചു കൂട്ടി എന്നർത്ഥം. ഇതിനിടയ്ക്ക് ഞാൻ പറയാൻ വിട്ടുപോയി. ഇപ്പം നിവേദ്യം സമർപ്പിക്കുമ്പോൾ നെയ്യ് വിളക്ക് പലയിടത്ത് ഞാൻ കണ്ടിട്ടുണ്ട്. നെയ്യ് വിളക്ക്, നെയ്യ് നല്ലതാണെന്നുമായിട്ട് അറിയാതെ ആയിരിക്കും. 99% അറിയാതെ ആയിരിക്കും. ഗീ എന്ന് പറയുമ്പം തെറ്റിദ്ധരിച്ച് വെജിറ്റബിൾ ഗീ കൊണ്ടുവന്നിട്ട് ഒഴിച്ച് കത്തിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. നാട്ടിലല്ല, ഇവിടെ 1-2 വീടുകളിൽ കണ്ടിട്ടുണ്ട്. പറഞ്ഞ് മനസ്സിലാക്കുകയും ചെയ്തു. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഗീ എന്ന് പറയുമ്പം ഏതെങ്കിലും ഗീ എന്നല്ല ഉദ്ദേശിച്ചത്, നല്ല പശുവിൻ നെയ്യ് തന്നെയാണ്. അപ്പോൾ വെജിറ്റബിൾ ഗീ എന്ന് പറയുന്നത് പാം ഓയിലാ. എണ്ണവർഗ്ഗങ്ങളിൽ 1, 2, 3 എണ്ണയെ റെക്കമെൻഡ് ചെയ്തിട്ടുള്ളൂ. 1 വെളിച്ചെണ്ണ, 1 എള്ളെണ്ണ, 2 എണ്ണേ ഉള്ളൂ. അഥവാ നല്ലെണ്ണ. ഇതാണ്. ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഹരേ കൃഷ്ണ. അപ്പോൾ അടുത്ത ശ്ലോകത്തിലോട്ട് പോകാം പ്രഭു. ഹരേ കൃഷ്ണ. പ്രഭു, മാതാജിമാര് പുസ്തകം ഉള്ളവർ വായിക്കട്ടെ. അതെ, വായിക്കാം. സമയം കളയാതെ വായിക്കാം. എടുത്ത് വായിക്കാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 13. ശോഭുദേ വിശ്വഭാവേന സ്വസുഖേനാഭിവന്ദിതഃ ജഗാമാസാലയം ദാദാ പഥ്യാനുവ്രജനന്ദിതഃ. ഹരേ കൃഷ്ണ. വിവർത്തന ശ്രീല പ്രഭുപാദ് കി ജയ്.
അടുത്ത ദിവസം സ്വാത്മാനന്ദപൂർണനും വിശ്വപരിപാലകനുമായ ഭഗവാൻ കൃഷ്ണനാൽ ആദരിക്കപ്പെട്ട് സുദാമാവ് സ്വഗൃഹത്തിലേക്ക് മടങ്ങി. പ്രിയ രാജാവേ, വീഥിയിലൂടെ നടക്കവേ ആ ബ്രാഹ്മണൻ ഏറ്റവും ആനന്ദം അനുഭവിച്ചു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. നോക്കണം, അങ്ങനെ രാത്രി അവിടെ കഴിച്ചു കുട്ടി പിറ്റു നടക്കുമ്പം സുധാമ എന്തിനാ അങ്ങോട്ട് പോയത്? എന്തിനാ പത്നി പറഞ്ഞു വിട്ടെ? അന്നത്തെ ആ രാത്രിയിലെ വിശപ്പ് മാറ്റാൻ വേണ്ടിയിട്ടാണോ പറഞ്ഞു വിട്ടെ? ആണോ? സുധാമയുടെ വിശപ്പ് മാറ്റാൻ വേണ്ടിയിട്ടാണോ പറഞ്ഞു വിട്ടെ? ആണോ? കുട്ടികളുടെ വിശപ്പിനെ കണ്ടിട്ടാണ് പറഞ്ഞു വിട്ടത്. ശ്രദ്ധിക്കണം, കുഞ്ഞുങ്ങളുടെ സുധാമയുടെ ശ്രേഷ്ഠ പത്നി, പതിവ്രതയായ പത്നി ഒരിക്കലും ഭർത്താവിന്റെ വിശപ്പിനെ പറ്റി ആവലാതിപ്പെട്ടിട്ടില്ല, ചിന്തിച്ചിട്ടുമില്ല. കാര്യം, ശ്രേഷ്ഠയായ പത്നിക്കറിയാം എൻ്റെ ഭർത്താവ് വിശപ്പ് ഒരിക്കലും അനുഭവിക്കുന്നില്ല എന്നുള്ളത്. ആത്മീയമായി അദ്ദേഹം ദരിദ്രവാനല്ല, അദ്ദേഹം സമ്പുഷ്ടനാണ്. തിരിച്ച് സുധാമയും ഒരിക്കലും തൻ്റെ ധർമ്മ പത്നിയെ അർദ്ധാംഗിനിയുടെ വിശപ്പിനെ കുറിച്ച് ഒരിക്കലും ആകുലചിത്തനായിട്ടില്ല. കാര്യം, ഭർത്താവിനറിയാം അതെൻ്റെ പത്നിയാണ്, എൻ്റെ ഭാര്യയാണ്, ഒരിക്കലും വിശപ്പ് അനുഭവിക്കില്ല എന്നുള്ളത്. ഇവിടെ വിശപ്പ് പ്രത്യക്ഷത്തിൽ അനുഭവിച്ചത് ആരിലാണ്? കുട്ടികളിലാണ്. പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം. ഒരിക്കലും ശ്രേഷ്ഠ ബ്രാഹ്മണനായ സുധാമ ദാരിദ്ര്യം അനുഭവിച്ചിട്ടില്ല, പത്നിയും ദാരിദ്ര്യം അനുഭവിച്ചില്ല, വിശപ്പ് അനുഭവിച്ചില്ല. ഏത് വാക്കുകളിലൂടെ അതറിയാൻ സാധിക്കും? ശ്രേഷ്ഠയായ ആ പതിവ്രതയായ പത്നി പറഞ്ഞത് ഹേ ഭാഗ്യവാനി അല്ലേ? ആണോ അല്ലേ? ആണോ അല്ലേ? അതെ അതെ അതെ. ഹേ ഭാഗ്യവാനി. ആ ഒരൊറ്റ വാക്കിൽ നമുക്കറിയാം, ഭാഗ്യമുള്ളവർ ദാരിദ്ര്യം അനുഭവിക്കുമോ? അനുഭവിക്കുമോ? ഇത്രയുണ്ട് കാര്യം. അപ്പം ഗുരുശിഷ്യ ബന്ധമില്ലാത്തുള്ള വിവരണങ്ങളും സപ്താഹങ്ങളിലൂടെയും നമ്മൾ സുധാമയെ ഒരു വെറും സാധാരണ ഒരു ദരിദ്രനായിട്ട് ഒന്ന് മാത്രമല്ല, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അപരാധം മാത്രമല്ല, കാണുന്നതും വിഷമകരമായ ഒരവസ്ഥ. ചില സ്റ്റേജുകളിൽ അല്ലെങ്കിൽ സപ്താഹവേദികളിൽ സുധാമ ശ്രേഷ്ഠനെ വെറും ഒരു കോമാളിയായിട്ടായിരിക്കും വേഷം കെട്ടി നിർത്തിയിരിക്കുന്നത്. ശരിയോ തെറ്റോ? സത്യമാണ്. സുധാമയെ ഒരുക്കുമ്പം ആ മനസ്സ് ഭക്തിയോടെ ആയിരിക്കണം. അപ്പോൾ ആ ശ്രേഷ്ഠനായ സുധാമയെ നല്ല രീതിയിൽ വേഷം കെട്ടി നിർത്താൻ സാധിക്കും. ഇത്രയും വിരമമായ ഒരു ഭക്തനെ. ഹരേ കൃഷ്ണ. അടുത്ത ശ്ലോകത്തിലോട്ട് നമുക്ക് പോകാം. ഭാവാർത്ഥം വായിച്ചില്ലല്ലോ, ഭാവാർത്ഥം വായിച്ചെടുത്തു. ഹരേ കൃഷ്ണ. ഭാവാർത്ഥം ശ്രീല പ്രഹ്ലാദ് കി ജയ്. സമസ്ത പ്രപഞ്ചത്തിലും അഭിലഷണീയമായ സകല വസ്തുക്കളും നൽകി പരിപാലിക്കുന്നതിന് ഭഗവാൻ കൃഷ്ണനാണെന്ന് ഇവിടെ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. അതിനാൽ ഇപ്പോൾ ഇന്ദ്രനേക്കാളേറെ സമ്പത്ത് സുദാമാവിന്റെ മേൽ ചൊരിയാൻ തുടങ്ങുകയാണ് ഭഗവാൻ എന്ന് മനസ്സിലാക്കണം. സ്വസുഖ അഥവാ സ്വയം ആനന്ദ പരിപൂർണനായ ഭഗവാൻ സമ്മാനങ്ങൾ അളവില്ലാതെ ചൊരിയാൻ കഴിവുള്ളവനാണ്. കൃഷ്ണൻ വഴിയിൽ കുറച്ചു ദൂരം സുദാമാവിനെ അനുയാത്ര ചെയ്തുവെന്നും ഒടുവിൽ ബ്രാഹ്മണനെ വണങ്ങി ആദരപൂർവ്വം ഏതാനും വാക്കുകൾ പറഞ്ഞിട്ടാണ് പിരിഞ്ഞു പോകുന്നതെന്നും സൂചിപ്പിക്കുന്നതാണ് അഭിവന്ദിത എന്ന പദമെന്ന് ശ്രീ ഭക്തി സിദ്ധാന്ത സരസ്വതി ഠാക്കൂർ അഭിപ്രായപ്പെടുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. വളരെ ശ്രേഷ്ഠമായി അറിഞ്ഞിരിക്കേണ്ട സെൻസിറ്റീവ് ഭാവാർത്ഥമാണ് ഇവിടെ വളരെ കൊടുത്തിരിക്കുന്നത്. അതിനകത്ത് ഒന്ന്, ഭഗവാനെ എത്ര വിളിച്ചാലും നഹി രക്ഷതി അല്ലേ? അങ്ങനെയല്ലേ പറയുന്നേ സാധാരണ ജനങ്ങൾ അല്ലേ? നമ്മുടെ നാട്ടിൽ നടപ്പ്. ഇവിടെ
വളരെ ശുദ്ധമായ ഒരു ഗൃഹസ്ഥ ജീവിതം നയിക്കുകയും, നോക്കണം, നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ ഹരികൃഷ്ണ പ്രസാദത്തിൽ വരുന്നവരെല്ലാം അങ്ങ് സ്വാമിമാരായി ഇപ്പം പേടിയാ. ഇവിടെ ഒന്നും പറഞ്ഞില്ല. ഗൃഹസ്ഥ ജീവിതം വളരെ ശുദ്ധമായി നയിച്ചൊരു ഗൃഹസ്ഥ ജീവിതം, ഗൃഹസ്ഥൻ. 27 മക്കളും ഉണ്ടായത്. ലൗകിക, നമ്മുടെ ദൃഷ്ടിയിൽ ലൗകിക ജീവിതവും അനുഭവിച്ചിരുന്നു. നമ്മുടെ ദൃഷ്ടിയിൽ അങ്ങനെയുള്ള, അപ്പോൾ ഇന്നും ഭഗവാനെ ധ്യാനിച്ചിരുന്നു, മന്ത്രവും ജപിച്ചിരുന്നു, ഗൃഹസ്ഥ ജീവിതവും നയിച്ചിരുന്നു. മാത്രമല്ല 27 മക്കളും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഒറ്റ രാത്രിയുടെ ദർശനം കൊണ്ട് മഹാനുഗ്രഹങ്ങളും കിട്ടി. ഒരു ഗൃഹസ്ഥന് ചിന്തിക്കണം. ഒരു ഗൃഹസ്ഥ ജീവിതത്തിലൂടെ പോകുമ്പോൾ അത് ചിന്തിക്കണം. അവൻ കഷ്ടപ്പെടുമ്പോൾ, അവൻ ആകുലപ്പെടുമ്പോൾ, ശ്രേഷ്ഠനായ സുധാമ ബ്രാഹ്മണനെയും ശ്രേഷ്ഠനായ പതിവ്രതയായ സുധാമ പത്നിയും നമ്മൾ സ്മരിക്കണം. വെറും 6 മാസത്തെ പ്രാർത്ഥന കൊണ്ട് മാത്രം ഒരു പയ്യന് ഭഗവാന് ദർശനം കിട്ടി. അതാ പയ്യൻ ധ്രുവൻ. ധ്രുവകുമാരൻ. 6 മാസത്തെ പ്രാർത്ഥന. പക്ഷേ എന്താണ് നമ്മുടെ കണ്ടീഷൻ? ആ പ്രാർത്ഥന അലൗകികമായിരിക്കണം, നിഷ്കളങ്കമായിരിക്കണം, നിഷ്കാമമായിരിക്കണം. എന്നാ ചോദിക്കും, ധ്രുവകുമാരൻ അലൗകികമായിട്ടാണോ പ്രാർത്ഥിച്ചത്? പക്ഷേ അവിടെ ഒന്നുണ്ടായിരുന്നു, പരിപൂർണമായ വിശ്വാസം. അതുകൊണ്ട് തന്നെ ഏകാഗ്രമായ ചിന്ത, മറ്റൊന്നിനെയും സ്മരിക്കുന്നില്ല, മറ്റൊന്നിനെയും ചിന്തകളിൽ വരുന്നത്. അതായത് ചിന്തകൾ മലീമസമാക്കപ്പെടുന്നില്ല. ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ, പ്രോസ്റ്റിറ്റ്യൂഷണൽ മെഡിറ്റേഷൻ അല്ല ധ്രുവകുമാരൻ ചെയ്തത് എന്നർത്ഥം. മനസ്സിലാവുന്നുണ്ടോ? അതായത് ഒരു ഇൻഡസ്ട്രിയൽ റിലേഷൻഷിപ്പ് അല്ല. ഡിവോഷൻ 2 തരത്തിലാ. ഒന്ന് ഇൻഡസ്ട്രിയൽ ഡിവോഷൻ, 2 പ്യുവർ ഡിവോഷൻ. മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? എന്താ ഇൻഡസ്ട്രിയൽ ഡിവോഷൻ? വ്യവസായികാത്മക ബുദ്ധിർ. ഭഗവത്ഗീത എടുത്താട്ട്. വ്യവസായാത്മിക ബുദ്ധിർ. 2-ാമത്തെ അധ്യായം 4-ാമത്തെ അധ്യായം 2 എടുത്തന്റെ ശ്ലോകം. ഹരേ കൃഷ്ണ. അധ്യായം 41 2:41 എടുത്തിട്ട് വായിച്ചാട്ട്. വായിച്ചാട്ട്. വ്യവസായാത്മിക ബുദ്ധിർ ഏകേഹ കുരു നന്ദന ബഹുശാഖാഹ്യനന്ദാശ്ച ബുദ്ധയോ വ്യവസായിന. ഈ വഴിക്ക് പോകുന്നവർ നിശ്ചയദാർഢ്യമുള്ളവരാണ്. ലക്ഷ്യവും ഒന്നു മാത്രം. കുരുനന്ദന, ദൃഢനിശ്ചയമില്ലാത്തവരുടെ ബുദ്ധിയാകട്ടെ പല ശാഖകളോട് കൂടിയതാണ്. ദൃഢനിശ്ചയമില്ലാത്തവർ പലവഞ്ഞനക്കട പോലെ. ഇൻഡസ്ട്രിയൽ റിലേഷൻഷിപ്പ് മാത്രമാണ്. പല വഴിക്ക് പോവും, ഒരു വഴിക്ക് അങ്ങോട്ട് പോയിക്കോട്ടെ, ഒരു വഴിക്ക് ഇങ്ങോട്ട് പോകട്ടെ എന്ന് പറഞ്ഞാൽ ഉപാധികളോടെയുള്ളതാണ്. ഇതായിട്ടൊന്ന് കുറയ്ക്കണ്ട. ഏതാ ഇനിയിപ്പോ കൃഷ്ണനെ വിളിച്ചില്ലെന്ന് വേണ്ട, എല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നതല്ലേ. പോകുന്ന വഴിക്ക് കൃഷ്ണനെ ഒന്ന് കറങ്ങിയേക്കാം, കുനിഞ്ഞേക്കാം, ചെയ്യുന്നു. ആ കുനിയുന്ന തീർച്ചയായിട്ടും ഭഗവാൻ വരവും വെക്കും, അതിനകത്തൊന്നും സംശയമൊന്നുമില്ല. പക്ഷേ ജീവിതത്തിൽ ഒരു പരിപൂർണത വേണമെന്നുണ്ടെങ്കിൽ പരിപൂർണമായി യാതൊരു മലീമസവും ഇല്ലാത്ത ചിന്തയോടെ, ഏകാഗ്രമായ ഭക്തിയോടെ, നല്ല സ്നേഹത്തോടെ വേണം. പ്രേമം എന്ന് പറയുമ്പം ശിലപ്രഭുപാദർ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. കോൺഷ്യങ്കല്ലൂർ കാമുകന്മാരുടെ ആ ഒരു പ്രേമം, ആ ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കണം ഭഗവാനുമായിട്ടുള്ളത്. അത്തരത്തിലുള്ള പ്രേമം 2 പേരോടാകുമ്പോഴോ എങ്ങനെയായിരിക്കും? ഭൗതികമായി ചിന്തിച്ച് നോക്കൂ. പ്രേമം 2 പേരോടാകുമ്പം അത് സ്നേഹമാണോ? ആണോ? അപ്പൊ അവിടെ ആസക്തിയോടുള്ള സ്നേഹമായി. ആസക്തി കൊണ്ടാണ് 2 പേരെ പ്രേമിക്കുന്നത് വരുന്നത്. മാതാജിമാർക്കറിയാം, അതുകൊണ്ട് ചോദിക്കുന്നില്ല. അവിടെ ആസക്തിയാണ്. അപ്പം അത്തരം ഒരു ഫ്രൂട്ടീവ് റിസൾട്ട്,
ഭൗതികമായ അഭിരുചി അത് വേണ്ട, അത് ഭഗവാൻ ഇഷ്ടമല്ല. നീ എൻ്റെ അടുത്ത് വരുന്നോ, അത് അത് ഭൗതികമായ ആസക്തിയോടെ എന്നെയും കാണാം, എല്ലാം കാണാം, വേണ്ട. എൻ്റെ അടുത്ത് വരുന്നെങ്കിൽ അത് സർവധർമാൻ മാം ഏക ശരണം വ്രജ. എല്ലാ ധർമ്മങ്ങളും അർജുന ഒരുപാട്, ഞാൻ പറഞ്ഞതെല്ലാം ധർമ്മങ്ങളാണ്. ശ്രേഷ്ഠരായ പണ്ഡിതന്മാർ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞു തന്നു. പല അഭിപ്രായങ്ങൾ പറഞ്ഞു തന്നു, പല വഴികൾ പറഞ്ഞു തന്നു. പക്ഷേ ഈ ധർമ്മത്തിലൊന്നും നിന്ന് നീ ആകുല ചിത്തനാകണ്ട. അതെല്ലാം മറന്നേക്കൂ. നിന്റെ ചെറിയൊരു അറിവിലേക്ക് ഞാൻ പറഞ്ഞെന്ന് മാത്രം. നീ അതൊന്നും മനസ്സിൽ കൊണ്ട് നടക്കേണ്ട ആവശ്യമില്ല. പിന്നെന്താ ചെയ്യേണ്ടത്? എന്ത് ചെയ്യണം? എന്നെ ശരണം പ്രാപിക്കുക. എന്നെ ശരണം പ്രാപിക്കണം. എന്നെ ശരണം പ്രാപിക്കണം. എല്ലാം ത്യജിച്ചിട്ട് സർവധർമ്മങ്ങൾ സർവധർമ്മ എല്ലാ ധർമ്മങ്ങളെയും ത്യജിച്ചിട്ട് അതിനകത്തുനിന്ന് നീ നോക്കി സമയം കളയണ്ട. കുറച്ച് സമയമുള്ളൂ നമ്മുടെ മുന്നിൽ. കണ്ടങ്ങിരിക്കും ജനങ്ങളെ കണ്ടില്ലെന്നു വരുത്തുന്നതും ഭവാൻ. മാളിക മുകളേറിയ മന്നന്റെ തോളിൽ മാറാപ്പു കേറ്റുന്നതും ഭവാൻ. കണ്ടാലൊട്ടറിയുന്നു ചിലരിത്, കണ്ടാലും തിരിയാ ചിലർക്കേതുമേ. കൊണ്ടാലും തിരിയാ ചിലർക്കേതുമേ. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന, കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ. ഇന്നലെയോളം എന്തെന്നറിഞ്ഞില്ല, ഇന്ന് നാളെയും എന്തെന്നറിഞ്ഞില്ല, ഇനി നാളെയുമേതെന്നറിഞ്ഞില്ല. പിന്നെന്താ? കണ്ടിരിക്കും ജന കണ്ടില്ലെന്നു വരുത്തുന്നതും ഭവാൻ. പിന്നെന്താ? ഇതൊരു വരിയുണ്ടല്ലോ, ഈ കണ്ട തടിക്കു വിനാശവും. അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഈ കണ്ട തടിക്ക് വിനാശവും ഇന്ന നേരമെന്നേതും അറിഞ്ഞില്ല. മഹാഭാഗവതം തൃതീയ സ്കന്ധത്തില് തൃതീയ സ്കന്ധത്തില് എവിടെയോ ഞാന് അല്ല, ഭഗവത്ഗീത 18-ാമത്തെ അധ്യായം, 18-ാമത്തെ അധ്യായം 55-ാമത്തെ ശ്ലോകം എടുത്താട്ടോ. 18-ലെ 54-55 നോക്കട്ടെ, എടുത്താട്ടോ, ശരിയാക്കാം. ഹരേ കൃഷ്ണ. നമോ ഭഗവതേ വാസുദേവായ. ഭക്ത്യാ മാമഭിജാനാതി യാവാന്യശ്ചാസ്മി തത്വതഃ തതോ മാം തത്തതോ ജ്ഞാത്വാ വിശ്വദേ തദനന്തരം. എന്താ പറഞ്ഞിരിക്കുന്നത്? ഭക്ത്യാമാം അഭിജാനാതി. ഭക്തിയുടെ സേവനം കൊണ്ട് മാത്രമേ ഞാനാണ് പരമദിവ്യോത്തമ പുരുഷൻ എന്ന സത്യം അറിയാൻ കഴിയുള്ളൂ. ഭക്തി കൊണ്ട് മാത്രമേ ഉള്ളൂ. ഭക്തി എന്ന് പറയുന്നത് നേരത്തെ ഞാൻ പറഞ്ഞു, പല പ്രാവശ്യം പറഞ്ഞു, പ്രേമവും അനുരാഗവും കൂടി ചേരുന്നതിനെയാണ്. ഭക്തി എന്ന വാക്ക് സ്വതന്ത്രമല്ല. ഭക്തിയുത സേവനം എന്ന വാക്കിൽ ആണ് ഭക്തി ആശ്രയിച്ച് നിൽക്കുന്നത്. ഭക്തിക്ക് സ്വതന്ത്രമായ നിലനിൽപ്പില്ല എന്നർത്ഥം. ഭക്തിക്ക് സ്വതന്ത്രമായ നിലനിൽപ്പില്ല. ആ ഭക്തിയുടെ നിലനിൽപ്പിന് ആധാരം എന്താ? സേവനം. ഭക്തിയുത സേവനമാണ്. ഇതാണ് വൃത്തിയായിട്ട്. അപ്പോൾ ഞാൻ ഭക്തനാണ് എന്ന് പറയുമ്പോൾ ഒരുവൻ ചിന്തിക്കേണ്ട എന്താണ്? ഞാൻ
സേവനം ചെയ്യുന്നുണ്ടോ? വെറുതെ അമ്പലത്തിൽ പോയി തൊഴുതിട്ട് വരുന്നതാണോ? സേവനം ചെയ്യുന്നുണ്ടോ? ഇപ്പൊ മനസ്സിലായല്ലോ. രാവിലെയും വൈകിട്ടും അമ്പലത്തിൽ മാത്രം പോയി തൊഴുന്നതും അല്ല, ഭക്തന്മാരുമായിട്ട് ഒത്തുകൂടി ഭഗവാന് സമർപ്പിതമായി നാമം ചൊല്ലി ഹരേ കൃഷ്ണ മഹാമന്ത്രം ഭക്തിയുത സേവനമാണ്. മാല പുഷ്പങ്ങൾ സമർപ്പിക്കുന്നത് ഭക്തിയുത സേവനമാണ്. ഭഗവാന്റെ ഭക്തന്മാരെ ഭക്തിയുത സേവനത്തിലേക്ക് സഹായിക്കുന്നത് യഥാശക്തി, അത് മനസ്സുകൊണ്ടോ ശരീരം കൊണ്ടോ ധനം കൊണ്ടോ സഹായിക്കുന്നത് ഭക്തിയുത സേവനമാണ്. അപ്പോൾ മാല കെട്ടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഞാൻ പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ചില ക്ഷേത്രങ്ങളിൽ നമ്മൾ കൊണ്ടുപോയി മാല കെട്ടുന്നത് സ്വീകരിക്കാത്തത്. എന്തുകൊണ്ടാണ്? ഏതെങ്കിലും രീതി ഊഹിക്കാൻ പറ്റുമോ? എന്തോ എന്തോ മാലയിൽ ചിലപ്പോ മുടി പൊടിയും. അത് മാത്രമല്ല, മുടി ഭഗവാൻ ഒരു പക്ഷെ അങ്ങ് നമ്മുടെ ഭാവം ചിലപ്പോ അങ്ങ് ക്ഷമിക്കും. കാര്യം പിന്നെന്താ ഉള്ളത്? വാഴവള്ളിയിൽ മാത്രം മാല കെട്ടുക എന്നും നമ്മുടെ മാത്രമല്ല, സമർപ്പണത്തോടുകൂടി എന്നും മാത്രമല്ല, സങ്കീർത്തനം ചൊല്ലിക്കൊണ്ട് എന്നും മാത്രമല്ല, സഹിക്കാൻ പറ്റാത്ത ചില കാരണങ്ങളുണ്ട്. ചിന്തിച്ചു നോക്കണം. നമ്മൾ മാല ഏതിനകത്താണ് ശേഖരിക്കുന്നത്? ആ ശേഖരിക്കുന്ന പാത്രത്തിന്റെ വൃത്തി, ആ ശേഖരിക്കുന്ന പാത്രത്തിന്റെ വൃത്തി. 2, മാല കിട്ടുമ്പോൾ കീർത്തനമല്ലാതെ പല വർത്തമാനങ്ങളും പറഞ്ഞാവും. ആ വർത്തമാനങ്ങൾ പറയുമ്പോൾ അന്ന് ഭഗവാനുമായിട്ടൊരു കണക്ഷൻ വരുന്നില്ല. 2, അതിലുപരിയുള്ളത് നമ്മുടെ എല്ലാ തുപ്പലും അതിനകത്ത് പോയി. 3 ഭൂരിഭാഗം വീടുകളിലും മാല കെട്ടാൻ ഉപയോഗിക്കുന്നത് അന്നത്തെ പത്രങ്ങളാണ്. ആണോ അല്ലേ? ആ പത്രങ്ങള് ആ വീടിന്റെ 4 കോണുകളിലും സഞ്ചരിച്ച് എല്ലാ ദുർഗന്ധത്തെയും വഹിച്ചു കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നതാണ്. ആണോ അല്ലേ? മുറുക്കാൻ തുപ്പൽ ഉൾപ്പെടെ. ആണോ അല്ലേ? അതുകൊണ്ട് തന്നെയാണ് പ്രധാനമായും മിക്ക ക്ഷേത്രങ്ങളും നമ്മൾ കൊണ്ടു കൊടുക്കുന്ന മാല സ്വീകരിക്കാത്തത്. പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പക്ഷേ നമുക്ക് അത് ഉൾക്കൊള്ളാൻ സാധിക്കത്തില്ല. അപ്പോൾ നമ്മൾ അവിടെയുള്ള ആളെ ചീത്ത വിളിക്കും, പിന്നെ ഉൾക്കൊള്ളത്തില്ല. അങ്ങനെയാണ്. ഇതെല്ലാം നമ്മൾ ചിന്തിക്കണം. മുടിയോ എല്ലാം നമുക്ക് ഭഗവാനുമായിട്ടുള്ള സമർപ്പിതമായൊരു ബന്ധമുണ്ടെങ്കിൽ, റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ ഭഗവാൻ ആ മുടിയെ ക്ഷമിക്കും. അറിയാമല്ലോ, പല കഥകളും ഉണ്ട്. അറിയില്ലേ? ആണോ അല്ലേ? അതിനകത്ത് ഏറ്റവും ശ്രേഷ്ഠമായ ഉദാഹരണം ആണ്ടാൾ നാച്ചിയാറാണ്. അല്ലേ? ആണോ? അറിയാമല്ലോ, ആണ്ടാളിനെ കേട്ടിട്ടില്ലേ? തിരുപ്പാവൈ അല്ലേ? അച്ഛൻ നോക്കുമ്പം എന്താ, ആ മാലയില് മുടി കാണുന്നുണ്ട്. പിന്നെ നോക്കുമ്പം മാല സ്വന്തമായിട്ട് അണിഞ്ഞ് കണ്ണാടിയുടെ മുന്നിൽ നിൽക്കുകയാണ്. അവസാനം ആ മാല സ്വീകരിക്കുന്നില്ല, എടുക്കുന്നില്ല. വേറെ മാല കൊണ്ട് ചെല്ലുമ്പോൾ എന്താ പറഞ്ഞത് ഭഗവാൻ? എന്ത് പറഞ്ഞു? ഇപ്പൊ കൊണ്ടുവന്ന മാല എനിക്ക് വേണ്ട, അങ്ങയുടെ മകൾ ചൂടിയ മാല തന്നെ മതി, ചൂടിക്കൊടുത്ത മാലേ, അങ്ങയുടെ മകൾ ചൂടിയ മാല തന്നെ മതി എന്ന് പറഞ്ഞു. അതിൽ സമർപ്പിതമായിട്ടാണ്. അതായത് എൻ്റെ കൃഷ്ണന് ഞാൻ കിട്ടിയ മാല ഇട്ട് കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും, സ്വന്തമായിട്ട് ആസ്വദിക്കാനല്ല ആ മാല ഇട്ടത്. അവിടെയാണ് മനസ്സ് എന്ന് പറയുന്നത്. ആ മനസ്സിനൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. എൻ്റെ കൃഷ്ണൻ ഈ മാല ഇട്ട് കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും? കാണാൻ സുന്ദരനായിരിക്കുമോ?
ഇത് ചേരുന്നുണ്ടോ, ഞാൻ മാല കിട്ടത് ശരിയായിരിക്കുമോ എന്നുള്ള നിഷ്കളങ്കമായ ഒരു ബുദ്ധി, നിഷ്കളങ്കിതമായ ഒരു ഭാവം, ആ ഭാവത്തെയാണ് ഭഗവാൻ സ്വീകരിച്ചത്. നാരായണ അമരപ്രഭു. ആ, ഏതാ രംഗം? വിഷ്ണു സഹസ്രനാമം. ആ ആ എന്താ സംഭവം വരുന്നത്? എന്താ? മരത്തിലും എല്ലാത്തിലും ഞാനുണ്ട്. ആരാ ചോദിച്ചത്? ഏത് രാജാവാ ചോദിച്ചത്? എന്തോ രംഗം എന്തുവാ? രംഗം പറഞ്ഞ് ഓർമ്മിക്കണം, അതെല്ലാം ഞാനും ഓർമ്മിക്കുക. എന്താ രംഗം? പൂന്താനം ആ, എന്ത് പറഞ്ഞു? വായിച്ചപ്പം മരപ്രഭു എന്ന് പറഞ്ഞപ്പം അമരപ്രഭു അമരത്തിലും തെറ്റാന്ന് പറഞ്ഞു. തെറ്റാന്ന് പറഞ്ഞു. എന്താ പിന്നെ കളിയാക്കി അല്ലേ? കളിയാക്കി. പട്ടതിരിപ്പാട് അല്ലേ? പട്ടതിരിപ്പാടല്ലേ കളിയാക്കിയത്? അതെ അതെ. മരപ്രഭു അമരപ്രഭു ഞാൻ തന്നെ എന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണ് അങ്ങനെ ഭഗവാൻ പറഞ്ഞത്? ഞാൻ മരപ്രഭുവും കൂടിയാണെന്ന് എന്തുകൊണ്ട് പറഞ്ഞു? ഭക്തനോടുള്ള അതാണ്. അപ്പം ഭക്തിയ അഭിജാനാദി നമ്മൾ വായിച്ചില്ലേ? ഒന്നുകൂടെ വായിച്ചേട്ട ശ്ലോകം. ഭക്തിയ അഭിജാനാദി. അർജുന, ഭക്തി കൊണ്ട് മാത്രമേ എന്നെ ഭക്ത്യാ മാം അഭിജാനാതി യാവാൻ യശ്ചാസ്മി തത്വതഃ തതോ മാം തത്തതോ ജ്ഞാത്വാ വിശദേ തദനന്തരം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അപ്പൊ അടുത്ത ശ്ലോകത്തിലോട്ട് പോകാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതി വാസുദേവായ. ശ്ലോകം 14. സാചാലബ്ധാധനം കൃഷ്ണാന്നതു യാജിതാവാൻ സ്വയം സ്വഗ്രഹാൻ വ്രീഡിതോ അഗച്ഛൻ മഹദർശന നിർവൃതഃ. വിവർത്തന. ശ്രീല പ്രഭുപാദ് കി ജയ്. കൃഷ്ണ ഭഗവാനിൽ നിന്ന് പ്രത്യക്ഷത്തിൽ ധനമൊന്നും ലഭിച്ചില്ലെങ്കിലും സുദാമാവ് ലജ്ജ മൂലം അതിനായി സ്വയം യാചിച്ചില്ല. ഭഗവാന്റെ ദർശനം ലഭിച്ചതിൽ അത്യധികം നിർവൃതി പൂണ്ട് അദ്ദേഹം സ്വഗ്രഹത്തിലേക്ക് മടങ്ങി. നമ്മൾ പറഞ്ഞു നിർത്തിയത് ഹരേ കൃഷ്ണ. സുദാമ പോയത് എന്തിനാ? സുദാമ അതിനെപ്പറ്റി ഒന്നും ചോദിച്ചതുമില്ല. അതേസമയം ആ രാത്രികൾ അങ്ങനെ കളഞ്ഞുകൂടി. സുദാമയുടെ വിശപ്പ് മാറ്റാനല്ല പോയത്. പക്ഷേ സുദാമ അതൊന്നും ചോദിക്കാതെ തിരിഞ്ഞു നടക്കുമ്പോൾ, അയ്യോ ഞാൻ ചോദിച്ചില്ലല്ലോ, അല്ലെങ്കിൽ ഭഗവാൻ തന്നില്ലല്ലോ, ഒന്നുമില്ല. ആത്മനിർവൃതിയോടെ രാമച്ഛമുനയു അല്ലേ? ആത്മാരാമൻ. ഭഗവാൻ ആത്മാരാമനാണ്, സ്വയം സംതൃപ്തനാണ്. ഏതൊരുവൻ ഭഗവാനെ പരിപൂർണമായി ആശ്രയിക്കുന്നുവോ അവനും ആത്മാരാമച്ഛമുനയു എന്ന് പറയും. എന്തുകൊണ്ടാ? അവനും ആനന്ദിക്കാൻ തുടങ്ങും. സൂര്യന്റെ ചൂടേറ്റ്, നിരന്തരമായ ചൂടേറ്റ് ആ സൂര്യന്റെ ഗുണങ്ങൾ ആ വസ്തുവിലും കാണപ്പെടാൻ തുടങ്ങുന്നു. അപ്പോൾ അഗ്നി സ്പർശിക്കുമ്പോൾ അത് കത്താൻ തുടങ്ങുന്നു. ശരിയല്ലേ? ആണോ അല്ലേ? ജലമയമുള്ള ഒരു തടി കത്തുമോ? കത്തത്തില്ല. കത്താൻ കുറച്ച് സമയം എടുക്കും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ജലം ബാഷ്പീകരിച്ചു പോകണം. എന്നതിന് ശേഷം പിന്നെ അത് ചൂടാവാൻ തുടങ്ങണം. അത്രയും കാലം വേണം. നമ്മുടെ മന്ത്രജപത്തിനും അങ്ങനെയൊക്കെ തന്നെയാണ്. പക്ഷെ ഞാൻ എന്നും മന്ത്രം ജപിക്കുന്നു, ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കുന്നു, ഭക്തിയുത സേവനം ചെയ്യുന്നു, മാല കിട്ടുന്നത് ഒന്നും ഒരു രക്ഷയും കിട്ടിയിട്ടില്ല. നോക്ക്, അയൽവക്കക്കാരനെ നോക്ക്, അല്ലെങ്കിൽ എൻ്റെ കൂട്ടുകാരനെ നോക്ക്, എൻ്റെ കൂട്ടുകാരിയെ നോക്ക്. അവൻ ജപിക്കുന്നതുമില്ല, ഒന്നുമില്ല. പക്ഷേ അവൻ എല്ലാ ഭാഗ്യങ്ങളും കിട്ടുന്നുണ്ട്. നമ്മൾ ഇത്രയും ചെയ്തിട്ടും ഈ കഷ്ണം ഒന്നും തരുന്നില്ല. ചിന്തിക്കാറില്ലേ? ചിന്തിക്കാറുണ്ടോ? ഉണ്ടോ? ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഒരു നിമിഷമെങ്കിലും, ഒരിക്കലെങ്കിലും ചിന്തിക്കാം. പണ്ട് ചിന്തിക്കാറുണ്ടായിരുന്നു പ്രഭു, ഇപ്പം ചിന്തിക്കാറില്ല. സാധാരണ ദിനത്തിന്റെ കാര്യം പറഞ്ഞതാണ്. പക്ഷേ
വെള്ളം നിറഞ്ഞ തടിയാണെന്ന് ഓർമ്മിക്കുന്നില്ല. ആ തടിയിലെ ജലമയം മാറി ചൂടായി വന്നെങ്കിൽ മാത്രമല്ലേ ഉള്ളൂ. സൂര്യൻ അവിടെ റെഡിയായിട്ട് നിൽക്കുകയാണ്. ആ സൂര്യൻ്റെ ചൂടേറ്റ് ഈ തടി ഉണങ്ങി വന്ന് ബാഷ്പീകരിച്ച് തടി ചൂടായി തുടങ്ങണം. അപ്പം ഇത്തിരി സമയം എടുക്കും എന്നർത്ഥം ഇല്ലേ? ആണോ അല്ലേ? ആണോ അല്ലേ? അപ്പോൾ എല്ലാ ജപത്തിനെയും ഒരേ അളവിൽ കാണാൻ സാധിക്കത്തില്ല. ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകും. വാഞ്ചാകൽപതരൂപ്യച്ച കൃപാ സിന്ധൂപ്യേവച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. അത്യുത സേവനത്തിലൂടെ മാത്രമേ നമ്മുടെ ഈ തണുത്ത ശരീരത്തെ, നിർജീവമായിരിക്കുന്ന ശരീരത്തെ ചേതനയുള്ളതാക്കി എടുക്കാൻ സാധിക്കത്തുള്ളൂ. ഈ ശരീരം മണ്ണിനോട് ചേരുന്നതാണ്. ഈ ശരീരം ചെളിയായി മാറുന്നതാണ്. 2-ാമത്തെ അധ്യായത്തിൽ ശ്ലോകം ഓർമ്മ വരുന്നില്ല, 10, 11, 12 ശ്ലോകങ്ങളുടെ ഭാവാർത്ഥത്തിലൂടെ പോകുമ്പോൾ മനസ്സിലാവും. നമ്മുടെ ശരീരം ചെളിയായി മാറുകയാണ്. എന്തുകൊണ്ടാ? പഞ്ചമഹാഭൂതങ്ങളെ കൊണ്ട് സൃഷ്ടിച്ചിരിക്കുന്നതാണ് ശരീരം. ഭൂമിരാപോ വായു, ഭൂമിരാപോ അനലോ വായു. ശ്ലോകം ഭൂമിരാപോ അനലോ വായു കമ്മനോ ബുദ്ധിരേവച. ഉം 7:4 എടുത്താട്ട്. 7:4 എടുത്താട്ട്. അധ്യായം 7:4 ശ്ലോകം 4. ഭൂമിരാപോ അനലോ വായു കമ്മനോ ബുദ്ധിരേവച. വായിക്കട്ടെ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഭൂമിരാപോ അനലോ വായു കമ്മനോ ബുദ്ധിരേവച. അഹങ്കാര ഇദിയം മേ ഭിന്നാ പ്രകൃതിരിഷ്ടത. എന്റെ ഭിന്നമായ ഭൗതിക പ്രകൃതി ഭൂമി, ജലം, അഗ്നി, വായു, ആകാശം, മനസ്സ്, ബുദ്ധി, മിഥ്യാഹങ്കാരം എന്നിങ്ങനെ 8 അടങ്ങുന്നതാണ്. അതിൽ 5 മൂലകങ്ങൾ, പഞ്ചമഹാഭൂതങ്ങൾ എന്ന് പറയും. ഇത് ഭൂമിയിലേക്ക് പോയി ചെളിയായിട്ട് മാറും. വീണ്ടും ഇനി അത് ഭസ്മമായിട്ട് മാറി 3 ഘടകങ്ങളായിട്ട് മാറുന്നുണ്ട്. ഭസ്മം, അങ്ങനെ വിഭൂതി, അങ്ങനെ വീണ്ടും അത് മണ്ണിനോട് ചേരുന്നു. ഇനി ശരീരം ദഹിപ്പിക്കാത്ത അവസ്ഥയാണെങ്കിൽ അത് കൃമികീടങ്ങളാൽ ഭക്ഷിച്ച് ജീർണിച്ച് അവ ജീവികളായി കൃമികീടങ്ങളായിട്ട് ജനിക്കുകയും വീണ്ടും അതും മണ്ണിനോട് ചേരുകയും ചെയ്യുന്നു. അങ്ങനെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരം ഒരു ചെളി കൊണ്ട് നിറഞ്ഞതാണ് എന്നർത്ഥം. പക്ഷേ നമ്മൾ ചിന്തിക്കണം, ആ ചെളിയിൽ നിന്നാണ് ഏറ്റവും മനോഹരമായ താമര ഉത്ഭവിച്ചത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ശരീരത്തിൽ നിന്ന്, ഈ ശരീരത്തിലെ ജീവാത്മാവിനെ ഉദ്ധരിപ്പിച്ചിട്ട് ജീവാത്മാവിനെ ഉദ്ധരിപ്പിച്ച് എങ്ങനെ ഉദ്ധരിപ്പിക്കണം, അല്ലെങ്കിൽ ഉദ്ധരിപ്പിക്കുന്ന അവസ്ഥ എന്താണ്? പരമാത്മാവുമായിട്ട് ബന്ധിച്ച്, ബുദ്ധിയെയും പരമാത്മാവിനെയുമേ ബന്ധിപ്പിച്ച് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ആത്മസാക്ഷാത്കാരം കിട്ടും എന്നർത്ഥം. വാഞ്ചാകൽപതരൂപിച്ച സിന്ധൂപ്യേവച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ഇവിടെ കൂടിയിരിക്കുന്ന ഈ അനന്ത പത്മനാഭ സത്സംഗത്തിലെ എല്ലാ ശ്രേഷ്ഠരായ ഭക്തന്മാർക്കും വീണ്ടും 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 നന്ദി പറയുന്നത് കണ്ടോർപ്പണം. കാര്യം ഈ അതിരാവിലെ ഭഗവാനെ ഓർമ്മിക്കാൻ സാധിക്കുന്നത് ഇവിടുത്തെ ഓരോ ഭക്തന്മാരുടെയും കാരുണ്യം കൊണ്ടാണ്. ഹരികൃഷ്ണൻ.